ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മയ്യത്തിനെ കൊണ്ടുപോകൽ, അതാണ് ചർച്ച. വയുന്തബു ഫി ഹാരിസ് സൈരി, മയ്യത്തിനെ കൊണ്ടുപോകുന്ന അവസ്ഥയിൽ സുന്നത്താക്കപ്പെടും. ജഅലു റഅ്സിഹി ഇലാ ജിഹത്തി ത്വരീഖ്, കൊണ്ടുപോകുന്ന വഴിയുടെ ഭാഗത്തേക്കാണ് മയ്യത്തിൻ്റെ തലയെ ആക്കേണ്ടത്. മയ്യത്തിൻ്റെ തല എങ്ങോട്ട്, തലയാണോ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, കാലാണോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അതൊന്ന് സംശയം തീർത്തുകൊണ്ടുള്ള ഒരു പഠനം തന്നെ ആയിക്കോട്ടെ ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്. മയ്യത്തിൻ്റെ തലയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ പോകുന്ന വഴിയിലേക്ക്, വഴിയുടെ ഭാഗത്തേക്ക് മയ്യത്തിൻ്റെ തലയെ ആക്കുക, അത് സുന്നത്താണ്. ഓരോ സുന്നത്തുകൾ ശരിക്കും മനസ്സിലാക്കണം. വൽ ഇസ്റാഉ ബിഹി, മയ്യത്തിനെ സാവകാശം കൊണ്ടുപോകലല്ല സുന്നത്ത്. ഇസ്റാഅ് വേഗത്തിലാക്കുക, സ്പീഡിൽ കൊണ്ടുപോവുക. എന്നാൽ ബിലാ അദുവിൻ, ഓടാനും പാടില്ല. വസതുറു നഅ്ശിൽ മർഅതി, സ്ത്രീയാണ് മയ്യത്ത് എങ്കിൽ മയ്യത്ത് കട്ടിലേക്ക് ബിനഹ്വി താബൂത്തിൻ, ഒരു പെട്ടി പോലത്തത് കൊണ്ട് മറക്കൽ സുന്നത്താണ്. മയ്യത്ത് കട്ടിലയുടെ മേലെ ഒരു മൂടി വേണമെന്നർത്ഥം. അത് സ്ത്രീ ആയതുകൊണ്ടാണ്. സ്ത്രീയുടെ ശരീരം മറ്റുള്ളവരൊന്നും അതിൻ്റെ വണ്ണം വലിപ്പൊന്നും കാണരുത്. വതശീഉൽ ജനാസത്തി സുന്നത്തുൻ മുഅഖദത്തുൻ ലിർരിജാൽ, മയ്യത്തിൻ്റെ കൂടെ പോകേണ്ടത് പുരുഷന്മാരാണ്, പെണ്ണുങ്ങളല്ല. സ്ത്രീകൾക്ക് അത് സുന്നത്തില്ല. പുരുഷന്മാർക്ക് സുന്നത്തുൻ മുഅഖദ, ശക്തിയായ സുന്നത്താണ്. വൽ മശിയു അമാമഹാ ബിഖുർബിഹ, ഇനിയിപ്പം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകളൊക്കെ പറ്റ കുറവാ, മയ്യത്തിൻ്റെ കൂടെ നടക്കാൻ ആളില്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത്. ഇപ്പം എല്ലാവരും പള്ളിയിൽ പോയി ഇങ്ങനെ കാത്തിരിക്കും. മയ്യത്തുക്കാരത്തിൻ്റെ സമയം 11 മണിക്കാണ്, ഒരു ഉദാഹരണം എഴുതി വച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അനൗൺസ് വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും നിസ്കരിച്ചാനാണല്ലോ പള്ളിക്ക വന്നിങ്ങനെ കാത്തിരിക്കുക. വീട്ടിൽ നിന്ന് മയ്യത്തിനെ കുളിപ്പിച്ചിട്ട് അവിടുന്ന് യാസീൻ ഓതി ദുആ ചെയ്ത് കണ്ട് എടുത്തുകൊണ്ടിരുമ്പോൾ മയ്യത്തിൻ്റെ കൂടെ ആളില്ല. അത് പറ്റ കുറവാണ്. പുതിയാപ്പിള ഇറങ്ങുമ്പോൾ പുതിയാപ്പിളൻ്റെ കൂടെ ആളുകൾ വേണമല്ലോ. ആളില്ലാണ്ട് പുതിയാപ്പിള പോയാൽ എന്താ ഉണ്ടാവുക? രസം ഉണ്ടാവില്ല. അതുകൊണ്ട് മയ്യത്തിനെ അനുഗമിക്കാൻ ആൾ വേണം. അപ്പോൾ മയ്യത്തിൻ്റെ ബാക്കിലാണോ നടക്കേണ്ടത്, മുമ്പിലാണോ നടക്കേണ്ടത്? വൽ മഷിയു അമാമഹ, മയ്യത്തിൻ്റെ മുമ്പിലായി നടക്കൽ ബിഖുർബിഹ, അത് തന്നെ മയ്യത്തിൻ്റെ അടുത്തായിട്ട് എന്ന് പറഞ്ഞാൽ ബിഹൈസു ലവിൽ തഫത്ത് റആഹ റുഇയത്തുൻ കാമില, ഒന്ന് തിരിഞ്ഞാൽ നോക്കിയാൽ മയ്യത്തിനെ ഫുള്ള് കാണും. ആ രൂപത്തിൽ മയ്യത്തിൻ്റെ മുമ്പിലായി തൊട്ടടുത്തായി നടക്കലാണ് അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മയ്യത്തിൻ്റെ മുമ്പിൽ നടക്കുക, അത് തന്നെ മയ്യത്തിനെ കാണുന്ന രൂപത്തിൽ അടുത്തായി കൊണ്ട് നടക്കുക, അത് പ്രത്യേകം ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. മയ്യത്ത് പിന്നിൽ, ബാക്കിയുള്ളവർ മുന്നിലായി, നടക്കേണ്ടതാണതിൽ വാഹനം കയറാത്തതായി. മയ്യത്ത് പിന്നിൽ, ബാക്കിയുള്ളവർ മുന്നിലായി, നടക്കേണ്ടതാണതിൽ വാഹനം കയറാത്തതായി. മയ്യത്ത് പിന്നിൽ, ബാക്കിയുള്ളവർ മുന്നിൽ. അങ്ങനെ പോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പെട്ടെന്നുള്ള രോഗങ്ങളെ കൊണ്ടൊന്നും പടച്ചോൻ നമ്മൾ പരീക്ഷിക്കാതിരിക്കട്ടെ. നമ്മിലുള്ള രോഗികൾക്ക് കുട്ടികളായാലും വലിയവരായാലും ഭർത്താവായാലും ഭാര്യയായാലും ഉമ്മയായാലും വാപ്പയായാലും അമ്മോശനായാലും അമ്മായിമ്മയായാലും ജ്യേഷ്ഠനായാലും പെങ്ങളായാലും എല്ലാവർക്കും അല്ലാഹു തആല ശിഫാ നൽകട്ടെ. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ അല്ലാഹു തആല ഖൈറായ നിലക്ക് പൂർത്തിയാക്കി തരട്ടെ. പരിശുദ്ധ റജബിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.